നമസ്കാരം. പെട്ടെന്നൊരു ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തിയിലേക്ക് വളരുന്ന നിരവധി താരങ്ങളുണ്ട്. അങ്ങനെ യൂട്യൂബർ തൊപ്പിയുടെ സുഹൃത്തായി ശ്രദ്ധേയനായ അച്ചായനെ ഒരുവിധം ആളുകൾക്കും അറിയാം. കഴിഞ്ഞ ദിവസം രഹസ്യമായി വിവാഹിതനായതിന്റെ പേരിലാണ് അച്ചായൻ എന്ന് വിളിക്കുന്ന സോജൻ വർഗീസ് ഏഞ്ചൽ വാർത്തകളിൽ നിറയുന്നത്. അമ്പലത്തിൽ വെച്ച് ചെറിയൊരു പെൺകുട്ടിയെ താലി കെട്ടിയ ശേഷമുള്ള ചിത്രങ്ങളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ അമ്പലമുറ്റത്ത് വെച്ച് ഭാര്യയെ ചുംബിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിൽ വ്യാപക വിമർശനങ്ങളും ഇവർക്ക് നേരെ ഉണ്ടായി. പെൺകുട്ടിക്ക് 25 വയസ്സേ ഉള്ളൂ എന്നതും ചിലർ പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചു. കൂടാതെ ഇവരുടെ വീഡിയോകൾക്ക് തെറിവിളികളാണ് ഉയരുന്നത്. പണമാണ് മെയിൻ, അതുകൊണ്ടാണ് കിളവന് പോലും പെണ്ണ് കിട്ടിയതെന്നൊക്കെയാണ് പലരും കമന്റുകളിലൂടെ പറയുന്നത്. എന്നാൽ ഇതിനൊക്കെ ഇപ്പോൾ അച്ചായൻ തന്നെ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അച്ചായന്റെ മറുപടി കൂടി വന്നപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് അച്ചായനും അച്ചായന്റെ കല്യാണവും. എൻ്റെ പ്രിയപ്പെട്ട പൊതുജനമേ, എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. പണം കണ്ടിട്ടൊന്നുമല്ല അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഒരു മനുഷ്യന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കാമെന്നൊരു വാക്ക് പറഞ്ഞു. പ്രണയിക്കാനൊന്നും പറ്റില്ല, കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. തമാശയ്ക്കാണോ സീരിയസ് ആയിട്ടാണോ എന്ന് അറിയില്ല. പുള്ളിക്കാരി എന്നോട് നാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് കാണിച്ചത്. അത്രയും കുറഞ്ഞ സമയം കൊണ്ടെടുത്ത തീരുമാനമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിളിച്ചിട്ട് നീ കല്യാണം കഴിച്ച കാര്യം ഞങ്ങളെ അറിയിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഈ കുട്ടിയുടെ കഴുത്തിൽ താലി വെക്കുന്നത് വരെ ഇത് നടക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. മരടിലെ രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിക്കാനുള്ള പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചിരുന്നു. 1 മാസം നോട്ടീസ് പീരീഡ് വേണമെന്നാണ് അവർ പറഞ്ഞത്. വിദേശ രാജ്യത്തേക്ക് പോകാനാണെങ്കിലും 1 മാസത്തെ സമയം വേണം. അങ്ങനെ ആവുമ്പോൾ ഇവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ വിവാഹം കഴിക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചപ്പോഴാണ് 2 അമ്പലങ്ങളുടെ കാര്യം അറിയുന്നത്. 2 മാലയൊക്കെ വാങ്ങിച്ചതുകൊണ്ട് സംഭവം കളറായി. ഇത്രയും വയസ്സുള്ളവന് പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ കിട്ടിയെന്ന് പറഞ്ഞാണ് ബഹളം നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ട്രോളുകളാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ട്രൈ ചെയ്യൂ, തീർച്ചയായും നിങ്ങൾക്കും പെൺകുട്ടിയെ കിട്ടുമെന്നാണ്. ഈ പോട്ടനെ എങ്ങനെ പെണ്ണ് കിട്ടിയെന്ന് ചോദിക്കുന്നവരോട് ഞാൻ ട്രൈ ചെയ്തു, എൻ്റെ ട്രൈയിൽ അവൾ വീണു, ഇതേ പറയാനുള്ളൂ. ഒരുപാട് മുൻപേ ആതിരയുമായി പരിചയമുണ്ടായിരുന്നു. അമ്മയുടെ അസുഖത്തെക്കുറിച്ചൊക്കെ ഇവൾ എന്നോട് ചോദിക്കാറുണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്കുള്ളതിനാൽ അമ്മയെ നോക്കാനൊക്കെ ഒരാളെ വേണമായിരുന്നു. അങ്ങനെയാണ് ഇവൾ വരുന്നത്. ആതിരയെ ഏൽപ്പിച്ചിട്ട് എനിക്ക് തോന്നിയതുപോലെ പോകാൻ പറ്റുമായിരുന്നു. ഇവർ തമ്മിൽ ആണ് ആദ്യം കണക്ഷൻ ആയത്. ഞങ്ങളുടെ ബന്ധത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ അമ്മയുടേതാണെന്ന് പറയാൻ കാരണം ഇതാണെന്ന് അച്ചായൻ പറയുന്നു. കാര്യം ഇതൊക്കെ ആയാലും അമ്പലമുറ്റത്ത് വെച്ച് ലിപ് ലോക്ക് അടിച്ചതിന്റെ വിമർശനങ്ങൾ അച്ചായന് വിടാതെ പിന്തുടരുന്നുണ്ട്.